ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഞണ്ട് റോസ്റ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1.5 സവാള അരിഞ്ഞത് ചേർത്ത് അത് വഴലാൻ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ടത്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം അതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ പെരിഞ്ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് നമ്മുടെ കയ്യിലുള്ള ചെമ്മീനനുസരിച്ച് എടുത്താൽ മതിയിട്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് സബോള നമ്മൾ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാടി വരണം. ചതച്ച് വെച്ചിട്ടുള്ള പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി അത് അതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നുണ്ട്. പച്ചമുളകൊന്ന് പോകണം. വലിയൊരു ഗ്ലാസ് ഇഞ്ചി തേങ്ങാണ്ട് കിടന്നു, അപ്പോൾ അത് അമ്മ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടിട്ടതാണ്. പിന്നെ അതിലേക്ക് അത്യാവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മല്ലിപ്പൊടി, മുളക് പൊടി. ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം ഞങ്ങളുടെ ഉള്ളത് 1 കിലോ ചെമ്മീനാണ്. അപ്പോൾ ഓരോരുത്തരുടെയും എത്രയെന്നുള്ളതനുസരിച്ച് കൂട്ടി കുറച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മൂന്നും നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചെമ്മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ചെമ്മീനാണ്. വലിപ്പമുള്ളതും ചെറിയ ചെമ്മീനൊക്കെ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. മുഴുവൻ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ചേർക്കാനില്ലെങ്കിലും അത് ടേസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പിടണം. നമ്മൾ സവോള ഇടുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ട്. ചിക്കൻ മസാല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു റോസ്റ്റ് തന്നെ ചെയ്യുന്നത്, മീൻകറി പോലെ വെക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് വേണ്ട, അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമുക്ക് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണ്ട, അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട്